പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനുമേൽ പോലീസ് നടപടി തുടരുന്നു. കൂടുതൽ സമൂഹമാധ്യമ പേജുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യും. ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിപ്പിച്ചവരെ വിളിച്ചു വരുത്താനും നീക്കമുണ്ട്. പാരഡി ഗാനം മൂലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടി നേരിട്ടതിനു പിന്നാലെയാണ് സർക്കാരിന്റെ പ്രതികാര നടപടി. കൂടുതൽ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും പാട്ട് നീക്കം ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് പോലീസിലെ സൈബർ വിഭാഗം. പാട്ട് വൈറലായതിനു പിന്നാലെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. ഇത് കണ്ടെത്തി റിമൂവ് ചെയ്യാനാണ് നീക്കം. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴിയാണ് പാട്ടിന് വ്യാപക പ്രചാരം ലഭിച്ചത്. കൂടുതൽ പേജുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മെറ്റയുടെ സഹായം തേടാനാണ് സൈബർ വിഭാഗത്തിന്റെ നീക്കം. ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും പുറമെ ഇതര സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും പാട്ട് ഷെയർ ചെയ്തു. ഇവിടെ നിന്നെല്ലാം പാട്ട് നീക്കം ചെയ്യാനാണ് സൈബർ വിഭാഗത്തിന്റെ ശ്രമം. പാട്ടിലെ അണിയറ ശില്പികൾക്കെതിരെയും നിയമ നടപടി ആരംഭിച്ചു. മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ പാട്ടിന്റെ അണിയറ ശില്പികളെ വിളിച്ചു വരുത്തുവാനും പോലീസ് നീക്കം ആരംഭിച്ചതായാണ് സൂചന. ഇന്നോ നാളെയോ ഹാജരാകാൻ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട്. തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പരാതിയിലാണ് നടപടി. പരാതി ലഭിച്ച് തിടുക്കപ്പെട്ട് നടപടി ആരംഭിച്ചത് സർക്കാരിന്റെ പ്രതികാര ബുദ്ധി എന്നാണ് വിമർശനം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റി എന്ന ഗാനം വ്യാപകമായി പ്രചരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തിരിച്ചടി നേരിട്ടു. ഇതിന്റെ പ്രതികാരം കൂടിയായാണ് കേസിലൂടെ സർക്കാർ നടത്തുന്നതെന്നാണ് വിമർശനം. ജനം, തിരുവനന്തപുരം.